സോ ഗുഡ് മോർണിംഗ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം വ്ളോഗ് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഗുഡ് മോർണിംഗ് അഗൈൻ ഫ്രം ദ സിറ്റി ഓഫ് പാഴ്വാ. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കുലൂർ. ലൈക്ക് നമ്മൾ കുലൂർ എന്ന് പറയും, ഒരു കുലു എന്ന് പറയും. ഒരു 20 മിനിറ്റോളം നടക്കാനുണ്ടാവുന്ന എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഒരു ബസ്സും ഉണ്ട് അങ്ങോട്ട്. ഞാൻ മിക്കവാറും ബസ് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം നടക്കൽ ഇത്തിരി ചടങ്ങാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം കുലൂറിലേക്ക്. ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കി. സൺഡേ മാസിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. മണിയൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടുത്തെ വീടുകൾ still going on. എവിടെ എത്തിയിട്ടില്ല, ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, കാറുകളിൽ ഭൂരിഭാഗം ഓടുന്ന സമയത്ത് ഇവർ AC യൂസ് ചെയ്യില്ല. AC അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ആൻഡ് ഈവൻ വീടുകളിലാണെങ്കിൽ പോലും ഇപ്പം എൻ്റെ വീട്ടിൽ ഫാനുണ്ട്, അവിടെ ഒരു ടേബിൾ ഫാനൊക്കെ ഉണ്ട്. പക്ഷേ യൂഷ്വലി ഇവർ ഫാനൊന്നും വെക്കില്ല. ലൈക്ക് എന്താണോ ക്ലൈമറ്റ് അതിൻ്റെ ഒപ്പം പോകുക എന്നുള്ള ഒരു ഐഡിയയാണ് ഇവരുടേതെന്ന് തോന്നുന്നു. വലിയ ഫ്ലാറ്റുകൾ, ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ. ഇത് ആക്ച്വലി ഒരു സെമെട്രി ആണെന്ന് തോന്നുന്നു. എന്നിട്ട് പോയപ്പോൾ കണ്ടു. അതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരാൾ അവിടെ ഉണ്ടെങ്കിൽ എത്ര സ്പീഡിലാണെങ്കിൽ പോലും അവർ വണ്ടി നിർത്തിത്തരും. അതൊരു കൈൻഡ് ഓഫ് ലൈക്ക് എല്ലായിടത്തും ഇവർ അങ്ങനെയാണ്. പിന്നെ വഴിയോരത്ത് നമ്മൾ ചുമ്മാ കണ്ടാൽ മുഖം കോണ്ടാക്റ്റായി അവരൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ ബോൺഷൂ പറഞ്ഞിരിക്കും. നമ്മളും പറയുക. കുറേ ആൾക്കാരെ കണ്ടാൽ കുറേ തവണ പറയാൻ റെഡിയാവുക. അതാണ് ഇവിടുത്തെ ഒരു ഫ്രഞ്ച് എറ്റിക്വറ്റ്. നടന്ന് നമ്മളത് ലിഡിലെത്തിയിട്ടുണ്ട്. ഇതാണ് ലിഡിൽ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത്. അത്യാവശ്യം ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നല്ലതാണ്. ചീപ്പസ്റ്റ് എന്നല്ല, അഫോർഡബിൾ. നല്ല സാധനങ്ങൾ അവിടെ നിന്നെല്ലാം കിട്ടുന്നത്. അഫോർഡബിളാണ്. പക്ഷെ ഇതുവരെയും ഇഞ്ചിയും മുളകും കിട്ടിയിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത്. അടുത്തെങ്ങും വരുമെന്നും തോന്നുന്നില്ല. ഞാനപ്പോൾ അൺചാർട്ടഡ് ടെറിട്ടറീസിലോട്ട് കയറുകയാണ്. ഇതുവരെയായിട്ട് ഞാൻ ഈ ലിഡിൽ വരെയാണ് മാക്സിമം ഞാൻ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുലൂറിലോട്ട് നടക്കുക. എനിക്ക് തോന്നുന്നത് ഈ സൈനിൻ്റെ അർത്ഥം പോർവോ ഇവിടെ തീർന്നു എന്നാണെന്ന് തോന്നുന്നു. ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഭയങ്കര സീനിക്കാണ് സ്ഥലം. പിന്നെ തിരക്കില്ല. ഇതിവിടെ ഒരു ഫോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം എന്താ സംഭവം. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടും പോകാവുന്നതാണ് ഒരു ദിവസം. എല്ലാവർക്കും ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇപ്പം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്തോട്ട് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവുകയായിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ബസ്സല്ലാതെ പോകില്ല. പക്ഷെ ഞാൻ എൻ്റെ ലാബിൽ ചോദിച്ചിരുന്നു 2-3 പേരുടെ അടുത്ത്.
എങ്ങനെയാണ് ബസ്സിന് പോകണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ബസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല, ചുമ്മാ നടന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം നടക്കുന്നത് ഇവരുടെ ഒരു ഫ്രഞ്ചുകാരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ അമിതവണ്ണവും ഭയങ്കര കുറവാണ്. അത് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് മിത്ത് പോലെയുണ്ട്. മിത്തല്ല, ലൈക്ക് എന്തുകൊണ്ടാണ് ഫ്രഞ്ച് വനിതകൾ എപ്പോഴും മെലിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം കുറേ കാരണങ്ങൾ, കുറേ ജെനറ്റിക്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു കാരണം അവർ പറയുന്നത് ഒരു വളരെയധികം നടക്കാറുണ്ട് എന്ന് പറയും. നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നത്. ആ മാപ്പ് നോക്കി ഇപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഓക്കെ, 20 മിനിറ്റും കൂടി നടക്കാനുണ്ട് പുലിയൂരിലോട്ട്. എനിവേസ് വി വിൽ വാക്ക്. വടക്കുന്ന വഴിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചുണ്ട്. എന്താണോ ഇതിൻ്റെ പേര്? ഇന്നലത്തെ ഒക്കെ പോയതിലും കുറച്ചും കൂടി വലിപ്പമുള്ള ബീച്ചാണ്. നല്ല രസമുണ്ട്. കേറ്റിൽ പറഞ്ഞ ബീച്ച് ഇതാവാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി ലൈവ്ലിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ഫോർട്ടുണ്ട്. മേ ബി തിരിച്ചു വരുന്ന സമയത്ത് ആവതുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാവുന്നതാണ്. പൈൻ മരങ്ങളുടെ താഴെയിലൂടെ ദിക്കും ദിശയും അറിയാതെ കുലൂർ എന്നുള്ള ചെറിയൊരു ഗ്രാമത്തിലോട്ട് നടക്കുക. വീടുകളുടെയൊക്കെ ഒരു ആർക്കിടെക്ചർ രസം എന്ന് പറഞ്ഞാൽ എന്തൊരു സ്റ്റൈലാണോ വീട്, ലൈക്ക് ലാൻഡ്സ്കേപ്പ്, അത് വെച്ച് തന്നെ ഒരു വീട് വന്നു. അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകതയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന വീടാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറാണ്. പക്ഷെ വീടിൻ്റെ അകത്ത് തന്നെ സ്റ്റെപ്പുകളൊക്കെ വെച്ച് നമ്മുടെ അവിടെ ഉണ്ട് ഇങ്ങനത്തെ. ഞാൻ പേര് പറഞ്ഞു. Wow. So this is a fantastic view of the Mediterranean കടലിൻ്റെ അതിഭയങ്കരമായ നേരത്തെ കണ്ട ബീച്ചാണ് കേട്ടോ. നമ്മളിവിടെ കണ്ട ബീച്ചാണ് ഇവിടെ ഉള്ളത്. It's beautiful. ഇനിയുമുണ്ട് കുറേ നേരം നടക്കാൻ. ഒരു 10-20 മിനിറ്റിൽ നമ്മളെത്തേണ്ടടുത്ത് നമ്മളെത്തും ഹോപ്പ്ഫുള്ളി. അപ്പോൾ ലെറ്റ്സ് ഗോ. ആൾക്കാരൊക്കെ നടന്ന് തിരിച്ചു വരുന്നുണ്ട്. സൈക്കിൾ ചവിട്ടി പിള്ളേർ പോകുന്നുണ്ട്. ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആക്ച്വലി പെട്ടെന്ന് പോയി വരായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഓക്കെ കുലൂർ എത്താറായിട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുലൂരിലൊരു ബോർഡ് കണ്ടു. റൈറ്റ് ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് പരിചയമുള്ളൊരു സാധനം ഞാൻ അവിടെ കണ്ടു. റോട്ടറി ഇൻ്റർനാഷണൽ. നമ്മുടെ റോട്ടറി ക്ലബ്ബ് തന്നെയാണോ ഇതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തോ ഹോട്ടൽ പോലെ എന്ന് തോന്നുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് പോലെ വീട്. ഇതാണ് കുലൂരിൻ്റെ ബോർഡ്. ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്. കോർവെറ്റൊക്കെ കണ്ടില്ലേ? കോർവെറ്റ്. വെറൈറ്റി കളർ വരാം. Just look at that. Oh. ലിറ്ററലി നമ്മുടെ പഴയ ജെയിംസ് ബോണ്ട് ഫിലിംസ്. ഞാൻ പിന്നെയും പറയുന്നു, ജെയിംസ് ബോണ്ട് ഫിലിമിൽ മൊണ്ടാജിൽ കാണിക്കുന്ന സിറ്റികൾ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ. ബ്യൂട്ടിഫുൾ. എത്തി മക്കളെ കുലൂർ.
നല്ല രസമാണ്. ഈ ബിൽഡിംഗ് ബ്ലോക്ക് അടക്കി വെച്ചേക്കുന്ന പോലെ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ. കളറ് രസകരമായ കുറേ കളറുകൾ ടില്ലനായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ പറഞ്ഞ പോലെ ടൂറിസം എങ്ങനെ ചെയ്യണമെന്ന് നമുക്കിവിടെ വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ആക്ച്വലി എ ലെസൺ. ഈ ടൈമിൽ ശരിക്കും എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ഷാഹിൻ ബ്രോയിനെ, നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ്. പുള്ളിയുടെ വീഡിയോ കണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യണമെന്ന് വളരെ അധികം ആഗ്രഹം തോന്നിയിരുന്നത്. എനിക്കൊന്നും ഇവിടെ അങ്ങനെ വ്ളോഗിങ് ഒന്നും ആരും അങ്ങനെ ചെയ്യാറില്ല. മീൻസ് ഇറ്റ്സ് നോട്ട്, കാരണം ഞാൻ അധികം ആരെയും കണ്ടില്ല ഇവിടെ വ്ളോഗ് ചെയ്യുന്നു. എല്ലാവരും അങ്ങോട്ട് നടക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കും. വെള്ളമൊക്കെ കണ്ടില്ലേ, സീഗ്രാസ്. നമ്മളെവിടെ പോയാലും നമ്മുടെ റിസർച്ച് മറക്കരുതല്ലോ. കുലത്തൊഴിൽ. രസകരമായൊരു വഴി. ഓ, എല്ലാ ഹൈറ്റുള്ള മതിലെന്തോ ഫോർട്ടാണെന്ന് തോന്നണം. ലൈഫിൽ പല രീതിയിലുള്ള അടികൾ കിട്ടിയാലും ചില സമയത്ത് നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടല്ലോ, അതിലൊന്നാണ്. പണ്ട് മുതലേ സഞ്ചാരം കാണുമ്പോഴൊക്കെ വിചാരിച്ചിരിക്കും എന്തെങ്കിലും എനിക്കിങ്ങനെ പോകാൻ പറ്റും. ആൻഡ് ഫൈനലി ഐ ആം ഹിയർ. താങ്ക് യു സന്തോഷ് സർ ഫോർ ഇൻസ്പയറിംഗ് a whole generation of kids to start traveling and vlogging. വേറൊരു വ്ളോഗറെ കണ്ടു, ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. കുറച്ചധികം ആൾക്കാരെ കണ്ട സന്തോഷം, കാരണം പോർവോയിൽ ഇത്ര ആൾക്കാരെ കാണാൻ കിട്ടൂലേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കുറെ കാണാൻ പറ്റുന്നു. ഓ, ആരും ലൈവ് പ്ലേ ചെയ്യണേ. This is bustling. ഇവിടുത്തെ സിനിമ തിയേറ്റർ. കൈൻഡ് ഓഫ് ലൈക്ക് ഒരു സിറ്റി സെൻ്ററാണ്. എല്ലാവരും ബ്രേക്ക് എടുക്കുന്ന സമയമാണ്. ഓ, 12 മണിയാവാറായി. റെസ്റ്റോറൻറ്റുകൾ, സൂവിനിയർ കടകൾ, സെറാമിക്സിൻ്റെ കുറേ സംഭവങ്ങൾ. എവിടെ തിരിഞ്ഞാലും നല്ല മീൻ്റെ മണമുണ്ട്. എനിക്കത് നാറ്റമാണ്, എന്നാലും നല്ല മീൻ്റെ മണമുണ്ട്. ബൊഗേൻവില്ലയൊക്കെ നിൽക്കണമില്ലേ,
കോബിൾ സ്റ്റോൺ അല്ലത്, എന്നാലും എന്തോ സ്റ്റോൺ ഇട്ട സ്ട്രീറ്റ്. എനിക്കൊന്നും ഇങ്ങോട്ട് വണ്ടികളൊന്നും വരില്ല, എല്ലാവരും ഇങ്ങോട്ട് നടന്നു തന്നെ വരുന്നു. മതിലെടുക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ അവിടുത്തെ ഗൈക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷെ നല്ല രസകരമായിട്ടാണ് ചെയ്തേക്കണം. കണ്ടില്ലേ, ചെറിയൊരു കാന പോലെ നിർത്തി കൂടെ വെള്ളം ഒഴുകാൻ വേണ്ടി. ആക്ച്വലി ഇതാണ് ഫ്രഞ്ച് ഫിലിംസിലൊക്കെ നമ്മൾ കാണുന്നത്, ബാൽക്കണി, തുണി ഉണക്കാനുള്ള സ്ഥലങ്ങൾ. നടന്ന് 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 നമ്മളിതാ മറ്റൊരു ദിശയിലോട്ട് പോവുകയാണ്. സെയിൻറ്റ് വിൻസെൻ്റ് ചാപ്പൽ ഇവിടെ ഉള്ള ഓൺ ദ വേ. അടിപൊളി മ്യൂസിക്. ഹോൾ ഏരിയ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കാണുന്ന പോലെ, സിനിമയിലൊക്കെ ഉള്ള പോലെ അല്ലാത്തൊരു ഫീൽ. സോ നമ്മൾ സെയിൻറ്റ് വിൻസെൻ്റ് ചാപ്പലിലോട്ട് നടക്കുകയാണ്. മ്യൂസിക് എന്താണെന്നറിയില്ല, ടച്ചിങ് ബട്ട് സ്റ്റിൽ ഇൻ എ സാഡ് വേ. ഓഷോ നേരത്തെ പറഞ്ഞില്ലേ, കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അപ്പം ഗ്രീറ്റ് ചെയ്തോളൂ. അതാണ് ഇവിടുത്തെ ഒരു നാട്ടം നടത്തുന്നത്. ഇവിടെ പൊതുവെ എല്ലാവരും റൈറ്റ് സൈഡിൽ ഒരു സ്ഥലത്തോട്ട് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ, തിരിച്ചു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഇട്ടാണ് നടക്കാറ്. കണ്ടില്ലേ, ശരിക്കൊരു ഐലൻഡ് തന്നെയാണ്. സോ ദിസ് ഇസ് സെയിൻറ്റ് വിൻസെൻ്റ് ചാപ്പൽ. എന്തായാലും അവിടം വരെ നടന്നു പോവാം. ഇരുമ്പിൻ്റെ ആണെന്ന് തോന്നുന്നത്. അവിടുത്തെ വ്യൂ നല്ലതായിരിക്കും തോന്നുന്നു സിറ്റിയിലെ. ഓഷോ എന്താ സീൻ. എന്തോ ലൈറ്റ് ഹൗസ് പോലത്തെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. എന്തോ വ്യൂ ഫ്രം ഹിയർ ഇസ് അമേസിങ്. ഇവിടെ വെയിലിങ്ങനെ വന്നും പോയിരിക്കും. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. അങ്ങനെയാണ്. അതെ, എല്ലാവരും ഉണക്കാനിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പോയ വഴിയല്ലാതെ റിട്ടേൺ വന്നപ്പോൾ വേറൊരു വഴി എടുത്തു. ഇവിടെ സ്നോർക്കലും സംഭവങ്ങളൊക്കെ റെൻ്റ് ചെയ്യും. ലൈഫ് ഗാർഡ് ഉണ്ട്. നമ്മുടെ അവിടുത്തെ ബീച്ചുകൾ പോലെയില്ല. മുങ്ങിച്ചാവാൻ നേരത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും രക്ഷപ്പെടുത്താൻ. നമ്മുടെ അവിടെ നാട്ടുകാരാണെങ്കിൽ ഇവിടെ അതൊരു ജോലിയായിട്ടൊരാൾ. യൂറോപ്പിലെ നമുക്ക് വിചിത്രമായിട്ട് തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റിൽ പോകാൻ കാശ് കൊടുക്കണം. €1 ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 100 രൂപ. ഫ്രീ സ്ഥലങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ കണ്ടു
അതുകൊണ്ട് വയറിറച്ച് മൂത്രമൊഴിച്ചു. അപ്പൂപ്പനെ പിന്നെയും പാസ് ചെയ്യുന്നു. ഡെസ്പറാഡോ, മറ്റേ പഴയ ഒരു സ്പാനിഷ് പടം അന്റോണിയോ ബണ്ടേറാസിൻ്റെ, അതിൻ്റെ ഒരു വൈബ്സ്. ഇവിടുത്തെ ഒരു ലോക്കൽ സൂപ്പർ മാർക്കറ്റാണ്. ആക്ച്വലി ഇവിടെ മുളക് ഞാൻ കണ്ടില്ല, മുട്ടിഞ്ഞ വിലയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും നോക്കാം. കുഞ്ഞി പെയിൻറ്റിങ്ങുകളൊക്കെ വെക്കുന്ന ഒരു സ്ഥലം, ഒരു കൈ കൊണ്ട് വരക്കുന്നതാണെന്ന് തോന്നുന്നു. മോശോ ഒരു കുഞ്ഞി ചായക്കട. ഇവിടുത്തെ മാർക്കറ്റ് സെൻ്റർ ആണെന്നാണ് തോന്നുന്നത്. ഫുള്ള് കട, നമ്മുടെ ബ്രോഡ്വേ പോലെ ഇരിക്കുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകൾ, കടകൾ, മറ്റു കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സൺഡേ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി സൺഡേസിൽ നമ്മൾ ഇന്നലെ പോയതുപോലെ ഇവിടെ ഒരു മാർക്കറ്റ് സൺഡേസിൽ മാത്രം വരാറുണ്ട്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഫാമേഴ്സ്, പ്രൊഡ്യൂസേഴ്സൊക്കെ പല സാധനങ്ങളും മറ്റും കൊണ്ടുവരുന്ന ഒരു സംഭവം. സോസേജുകൾ എല്ലാത്തിലും പോർക്കുണ്ടാവും, നമുക്ക് തൊടാനേ പറ്റില്ല. സ്പേസ് കട, നമ്മുടെ സ്വന്തം സ്പേസ് കട. ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, സാധനങ്ങൾ, പിക്കിൾഡ് ആയിട്ടുള്ള ഒലീവ്സ്. നമ്മൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല ആക്ച്വലി ഒലീവ്സ് കഴിച്ച്. പോസ്റ്റ് കാർഡ്സ്, ബ്രെഡിൻ്റെ കട. ബ്രെഡ് കട. ബീഫിൻ്റെ പല സംഭവങ്ങളുള്ള കട. ആ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ്. അങ്ങനെ ഒരു പപ്പറ്റ് മാസ്റ്ററേയും നമ്മൾ experiences all about new places and people. ഇവിടുത്തെ വൈൻ ഷോപ്പാണ്. ഇവിടെ എവിടെയോ ആണ് നേരത്തെ പറഞ്ഞ ബുലമഞ്ചേരി. ഫ്രഞ്ച് ബേക്കറി.
നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്ഥലം കണ്ടുപിടിച്ച് അതിരുന്ന് സമാധാനത്തോടുകൂടെ കഴിക്കാം. ചോക്ലേറ്റ് എക്ലെയർ. പുറത്തൊരു ഷെല്ല് പോലെ, അകത്ത് ചോക്ലേറ്റ്. ആൾക്കാരൊക്കെ നോക്കണുണ്ട് ഞാൻ കഴിക്കണം. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഫ്രാൻസിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് ചോക്ലേറ്റ് എക്ലെയർ കഴിക്കണം. നല്ല തണുത്ത ഗൂവി ചോക്ലേറ്റും ബ്രെഡും. അങ്ങനെ കുലൂറിൽ ഏകദേശം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് തീരാറായി. എന്തേ തിരിച്ചടന്നുകൊണ്ടിരിക്കുക. സോ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് സിറ്റി ഔട്ട്സൈഡ് ദ പ്ലേസ് വെയർ ഐ ആം സ്റ്റേയിങ്, കുലൂർ. നല്ല സ്ഥലം, ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഞാൻ തിരിച്ച് പൊറോയിലോട്ട് പോവുക. നല്ലൊരു സിറ്റി, ക്യൂട്ടായിട്ടുള്ളൊരു സിറ്റി, ബ്യൂട്ടിഫുൾ. അത്യാവശ്യം മാർക്കറ്റും പോറോയിനേക്കാളും കുറച്ചും കൂടെ ആൾക്കാരും ഉണ്ട്. ടൂറിസ്റ്റിയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷെ എനിക്ക് പോറോ തന്നെയാണ് കേട്ടോ ഇഷ്ടം. കാരണം അവിടെ ആൾക്കാർ കുറവാണ്, പീസ്ഫുള്ളാണ്, രസം. എൻ്റെ സ്വഭാവത്തിന് പറ്റിയ സ്ഥലം. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു. ഇവിടെ കുലൂറിൽ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ വരും. എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഫോർട്ട് ഉണ്ട്, അതൊക്കെ കാണാൻ എന്തായാലും ഒന്നും കൂടി ഞാൻ വരും. ഇന്നിപ്പോൾ ഇന്ന് ഒരു ഷോർട്ട് ട്രിപ്പാക്കി. അപ്പം ഇനി തിരിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ട്രിപ്പ് വരെ കാണുന്നത് വരെ ബൈ.